പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ കനോണിന്റെ പുതുതായിട്ട് ലോഞ്ച് ചെയ്ത ആൾ ഇൻ വൺ ഇങ്ക് ടാങ്ക് കളർ പ്രിന്ററായ കനോൺ പിക്സിമ G3770 എന്ന പ്രിന്ററിൽ എങ്ങനെ ഇങ്ക് റീഫിൽ ചെയ്യാമെന്നതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ്. വീഡിയോ കാണുന്ന മുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോകാം. ഇങ്ക് വാങ്ങുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഒറിജിനൽ ഇങ്ക് തന്നെ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഡ്യൂപ്ലിക്കേറ്റ് അല്ലെങ്കിൽ നോൺ ജെന്യൂനോ കോമ്പാറ്റബിൾ ഇങ്കും ഒന്നും ഉപയോഗിക്കാൻ പാടില്ല. അങ്ങനെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പ്രിൻ്ററിൻ്റെ വാറണ്ടി കട്ടാവുന്ന മാത്രമല്ല, നിങ്ങളെ പ്രിൻ്ററിൻ്റെ ക്വാളിറ്റി തന്നെ, പ്രിൻറ്റിങ്ങിൻ്റെ ക്വാളിറ്റി തന്നെ മാറുന്നതാണ്. പിന്നെ അത് റെഡിയാകാൻ വലിയൊരു കോസ്റ്റ് ആവുന്നതാണ്. ഇങ്ക് ഫില്ല് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കുക. ഇതാണ് നിങ്ങളുടെ പ്രിൻ്ററിൻ്റെ ബ്ലാക്കിൻ്റെ ടാങ്ക് വരുന്നത്. ഇവിടെ താഴെ നിങ്ങൾക്കൊരു ഡോട്ട് കാണാൻ സാധിക്കും. ആ ഡോട്ടിൻ്റെ അവിടെ എത്തുന്ന സമയത്താണ് ഇങ്ക് ഫില്ല് ചെയ്യേണ്ടത്. അതിൻ്റെ താഴോട്ട് ഇറങ്ങാൻ പാടില്ല. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. കനോണിൻ്റെ 71 സീരീസ് ഇങ്കാണ് വരുന്നത്. അതിൽ ബ്ലാക്ക്, യെല്ലോ, സിയാൻ, മജന്ത ഇങ്ങനെ 4 കളറാണ് വരുന്നത്. ബ്ലാക്കിൻ്റെ ടാങ്ക് ലെഫ്റ്റ് സൈഡിലാണ് വരുന്നത്. ഇങ്ക് ഫില്ല് ചെയ്യാൻ വേണ്ടി സ്കാനർ മോഡ്യൂൾ ഇതേപോലെ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാൻ സാധിക്കും. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ബ്ലാക്കിൻ്റെ ടാങ്ക്. റൈറ്റ് സൈഡിലാണ് കളറിൻ്റെ 3 ടാങ്കും വരുന്നത്. ഇവിടെ കാണാൻ സാധിക്കും CMY എന്നാണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ബ്ലാക്ക് ഇങ്ക് ഫില്ല് ചെയ്യാം. അതിന് ബ്ലാക്ക് ടാങ്കിൻ്റെ ടോപ്പ് ഓപ്പൺ ചെയ്തു. ബ്ലാക്ക് ബോട്ടിൽ എടുത്തിട്ടുണ്ട്. നേരെ എന്ത് ചെയ്യുക, ബോട്ടിലിൻ്റെ ടോപ്പ് റിമൂവ് ചെയ്തതിന് ശേഷം ബോട്ടിൽ വളരെ കെയർ ചെയ്തിട്ട് ഇതേപോലെ എടുത്തുകൊണ്ട് നമ്മൾ ടാങ്കിലേക്ക് ജസ്റ്റ് ഒന്ന് ഇതേപോലെ ഇറക്കി വെക്കുക. ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഇങ്ക് ഫില്ലാവുന്നതാണ്. കൺഫ്യൂഷൻ വേണ്ട. നിങ്ങൾക്ക് ഇങ്ക് ഓവർഫ്ലോ ആവോ അല്ലെങ്കിൽ ആ ബോട്ടിൽ വെക്കുന്ന സമയത്ത് ചെരിഞ്ഞ് ഇങ്ക് ഫ്ലോ സംഭവിക്കുമോ എന്നുള്ളൊന്നും ടെൻഷൻ വേണ്ട. അതങ്ങനെയൊന്നും വരില്ല. ലോക്കിലേക്ക് ഇറങ്ങിയാൽ മാത്രമേ ഇങ്ക് പാസിങ് നടക്കുകയുള്ളൂ. ഏകദേശം ഇങ്ക് ഫില്ലായി വരുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇവിടെയാണ് നമ്മൾ ഫിസിക്കലായിട്ട് നോക്കേണ്ടത്. ഇത് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ താഴോട്ടാണ് വരിക. കുറഞ്ഞ ഡോട്ട് എത്തുന്ന സമയത്താണ് ഇങ്ക് ഫില്ല് ചെയ്യേണ്ടത്. അത് ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞിരുന്നു. അപ്പോൾ അത് എപ്പോഴും ശ്രദ്ധിക്കുക. പ്രിൻ്റർ ഒരിക്കലും നമ്മോട് ഇങ്ങോട്ട് ഇങ്ക് കഴിയാനയക്കണം എന്നുള്ള കാര്യം പറയില്ല. അപ്പോൾ ഏകദേശം ബ്ലാക്ക് ഇങ്ക് ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം നിങ്ങൾക്ക് ബോട്ടിലെടുത്തുകൊണ്ട് ടാങ്കിൻ്റെ ടോപ്പ് ലോക്ക് ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങൾ കളറിൻ്റെ ടാങ്കാണ് ഫില്ല് ചെയ്യുന്നത്. ഓരോ ടാങ്കിൻ്റെ അവിടെ ഇതേപോലെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അവിടെയും നിങ്ങൾക്ക് താഴെ ഒരു ഡോട്ട് കാണാൻ സാധിക്കും. ആ ഡോട്ട് എത്തുന്ന സമയത്താണ് ഇങ്ക് ഫില്ല് ചെയ്യേണ്ടത്. അതേപോലെ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ ബ്ലാക്ക് ഓൺലി മാത്രമേ പ്രിൻറ്റിങ് ഉള്ളൂ എന്നുണ്ടെങ്കിലും 4 ടാങ്കിലും അതിൻ്റേതായ ഇങ്കുകൾ എപ്പോഴും ലോ ലെവൽ ഈ ഡോട്ടിൻ്റെ മുകളിൽ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കണം. അതിൻ്റെ താഴോട്ട് വരാൻ പാടില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഹെഡ് ഷോട്ട് ഫ്യൂച്ചറിൽ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിലും വലിയ കോസ്റ്റ് ആവുന്നതാണ്. ആ കാര്യം എപ്പോഴും ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ ആ ഡോട്ടിൻ്റെ അവിടെ എത്തി കഴിഞ്ഞ് കഴിഞ്ഞാലാണ് ഇങ്ക് ഫില്ല് ചെയ്യേണ്ടത്. അപ്പം ആദ്യം സിയാനാണ് ഫില്ല് ചെയ്യുന്നതെങ്കിൽ സിയാൻ്റെ ബോട്ടിൽ എടുക്കുക. സിന്നായിരിക്കും കോഡ് ഉണ്ടാവുക. സിയാൻ്റെ ബോട്ടിൽ എടുത്തിട്ടുണ്ട്. നേരെ ടാങ്ക് ടോപ്പ് ഓപ്പൺ ചെയ്താണ് നേരെ ബോട്ടിൽ അതിലേക്ക് ഇറക്കി വെക്കുക. ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഇങ്ക് ഫില്ലാവുന്നതാണ്. ഇങ്ങനെ ഫില്ലാന്ന് പറയുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ കണ്ടില്ല. ആ ഒരു ഡോട്ടിൻ്റെ അവിടെ എത്തുമ്പോൾ കണ്ടില്ല, ആ ലെവലിൽ എത്തുമ്പോഴാണ് ഇങ്ക് ഫില്ല് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഏകദേശം സിയാൻ ഇങ്ക് ഫില്ല് ആയിട്ടുണ്ട്. പ്രിൻ്ററിൻ്റെ കൂടെ മിക്കവാറും ഇത് ഞാനൊരു പുതിയ പ്രിൻ്ററിലാണ് ഒഴിക്കുന്ന വീഡിയോ ആണ് നിങ്ങൾക്ക് ഷെയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൽ ട്യൂബെല്ലാം എംറ്റി ആണ്. അങ്ങനെ ആവില്ല. നിങ്ങൾ ഓരോരോ ടാങ്കും ഓരോരോ സമയത്തേക്കാളും ലോ ലെവലാവുക. അപ്പോഴാണ് ഇങ്ക് ഫില്ല് ചെയ്യേണ്ടത്. ഇനി മജന്തൻ്റെ ടാങ്കാണ് ഫില്ല് ചെയ്യാനുള്ളതെങ്കിൽ മജൻ്റെ ടാങ്കിൻ്റെ ടോപ്പ് ഓപ്പൺ ചെയ്യുക. ബോട്ടിലിൻ്റെ ടോപ്പ് റിമൂവ് ചെയ്താണ് ബോട്ടിൽ അതേപോലെ നേരത്തെ നമ്മൾ കണ്ട പോലെ തന്നെ ഇറക്കി വെച്ച് കൊടുക്കുക. ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഇങ്ക് ഫില്ലാവുന്നതാണ്. ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ഒരിക്കലും ഡ്യൂപ്ലിക്കേറ്റ് അല്ലെങ്കിൽ കോമ്പാറ്റബിൾ ഇങ്ക് വേറെ ബ്രാൻഡിൻ്റെ ഇങ്കുകളൊന്നും ഉപയോഗിക്കാൻ പാടില്ല. അങ്ങനെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പ്രിൻ്ററിൻ്റെ ക്ലാരിറ്റി മാറുന്നതാണ്. അത് വാറണ്ടി കിട്ടുകയുമില്ല. വാറണ്ടി കട്ടാകുക മാത്രമല്ല, നിങ്ങളുടെ പ്രിൻറ്റിങ് ക്വാളിറ്റി തന്നെ മാറുന്നതാണ്. പിന്നെ അത് റെഡിയാക്കാൻ വലിയൊരു കോസ്റ്റ് ആവുന്നതാണ്. അപ്പോൾ ചെറിയ ഓഫർ കണ്ടിട്ടൊന്നും ഓൺലൈനിൽ കഴിയുന്നത് ഇങ്ക് വാങ്ങാതിരിക്കാൻ ശ്രമിക്കുക. അതേപോലെ ഇങ്ക് ഓൺലൈനിൽ വാങ്ങുന്ന ആളുകൾ വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. മജന്ത ഇങ്കും അപ്പോൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ലാസ്റ്റ് വരുന്നത് യെല്ലോ ടാങ്കാണ് ഫില്ല് ചെയ്യാനുള്ളത്. അപ്പോൾ യെല്ലോ ടാങ്ക് ഫില്ല് ചെയ്യാൻ വേണ്ടി ബോട്ടിൽ എടുത്തിട്ടുണ്ട്. ടാങ്ക് ഓപ്പൺ ചെയ്തു. ഉണ്ടല്ലേ, ടാങ്ക് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. നേരെ ആ ബോട്ടിൽ അതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കുക. ഓട്ടോമാറ്റിക്കലി തന്നെ ഇങ്ക് ഫില്ലാവുന്നതാണ്. അപ്പോൾ ഇതേപോലെയാണ് ഇങ്ക് ഫില്ല് ചെയ്യേണ്ടത്. വളരെ കോംപ്ലിക്കേറ്റഡ് കാര്യങ്ങളൊന്നും അല്ല അത് ഇങ്ക് ഫില്ല് ചെയ്യുക എന്നുള്ളത്. നിങ്ങൾ പുറത്തൊരാളെ ആശ്രയിക്കേണ്ട ആവശ്യമില്ല. ഇങ്ക് വാങ്ങുന്ന നിങ്ങൾക്ക് തന്നെ ഇങ്ക് ഫില്ല് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇങ്ക് വാങ്ങുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ഒരിക്കലും ഡ്യൂപ്ലിക്കേറ്റ് അല്ലെങ്കിൽ കോമ്പാറ്റബിൾ ഇങ്കോ അല്ലെങ്കിൽ മറ്റ് കമ്പനികളോ ഇങ്കൊന്നും ഉപയോഗിക്കരുത്. ഒറിജിനൽ കനോണിൻ്റെ ഇങ്ക് തന്നെ യൂസ് ചെയ്യണം. അതും സെയിം സീരീസ് 71 സീരീസ് ഇങ്ക് തന്നെ ഉപയോഗിക്കണം. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇങ്ക് ഫില്ല് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഈ സ്കാനർ മൊഡ്യൂൾ ക്ലോസ് ചെയ്യാൻ മറന്നു പോകരുത്. ഓക്കെ, അപ്പോൾ ഇതേപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക.
താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ ഇഷ്ടം വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.